ഇനി ഫ്രീ തിങ്കേഴ്സ് ആയിട്ടുള്ള നിരീശ്വരവാദികളായിട്ടുള്ള എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കിക്കോ, ഞങ്ങളുടെ ചോദ്യം നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് സ്വന്തം അമ്മയും പെങ്ങളുമായി ബന്ധപ്പെടുന്നില്ല, ആ ഒരു പ്രവൃത്തി എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതല്ല. നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യാതിരിക്കാനായിട്ട്, സ്വന്തം അമ്മയും പെങ്ങളുമായി ബന്ധപ്പെടാതിരിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ടാവും. അതായത് പക്ഷേ സ്വന്തം അമ്മയും പെങ്ങളും ഫ്രീ തിങ്കേഴ്സ് ആയിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടുകാരെ പേടിയുണ്ടാവും, നിങ്ങൾ വീട്ടുകാർ പേടിയുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ചു വളർന്ന ഒരു വിശ്വാസികളുടെ കുടുംബത്തിനകത്തായിരിക്കും. ഇങ്ങനെയുള്ള പല റീസൺസ് ഉണ്ടാവും, പല കാരണങ്ങളുണ്ടാവും. ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതല്ല, നിങ്ങൾക്ക് ആ ഒരു പ്രവൃത്തി തെറ്റാണെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മതപുസ്തകത്തിൽ ഇത് എഴുതി വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുമോ എന്നുള്ള സില്ലി ക്വസ്റ്റ്യനൊന്നും ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് മതം ഉണ്ടായാലും മതം ഇല്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്യൂല എന്നുള്ള സാമാന്യ ബോധം എനിക്കുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്താ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതം വിട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യനല്ലാതാവുമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. നിങ്ങളുണ്ടല്ലോ ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കയറി പുറത്തേക്ക് വരാം, എന്നിട്ട് കണ്ണ് തുറന്നു കഴിഞ്ഞിട്ട് ചുറ്റും ഒന്ന് നോക്കുക. ഈ ഒരു സംഭവം മനുഷ്യൻ മാത്രമല്ല പല ജീവികളും ഇങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. ഏറ്റവും ഉദാഹരണം ആനയുടെ കേസ് എടുക്കുക. ഒരു ആനക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ ഒരു ആണാന ജനിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് വളർന്നു കഴിയുമ്പോഴേക്കും ബാക്കിയുള്ള ആനകൾ കൂടിയിട്ട് ആ കൂട്ടത്തിൽ നിന്ന് പുറത്താകും. കാരണം എന്താണെന്ന് വെച്ചാൽ ആണാന ആ കൂട്ടത്തിലുള്ള രക്തബന്ധത്തിലുള്ള ബാക്കി ആനകളായിട്ട് ആന കൂടാതിരിക്കാനാണ്. ആന ഒറ്റയ്ക്ക് ചുറ്റി തിരിഞ്ഞ് വേറൊരു ആനക്കൂട്ടം കണ്ടുപിടിച്ച് അവിടെ ഉള്ള ആൾക്കാരായിട്ട് പൊരുത്തിയിട്ട് വേണം ആന വേറൊരു പെണ്ണിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഈ ലോകത്ത് ഇങ്ങനെ പല മൃഗങ്ങളും തൻ്റെ കൂടെ ഉള്ള ഇണകളെ വേറെ കൂട്ടത്തിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്, അല്ലാണ്ട് സ്വയം കൂട്ടത്തിൽ നിന്നല്ല. ഇത് ഒരു മതമോ ഒരു ദൈവമോ പറഞ്ഞു കൊടുക്കുന്ന കാര്യമില്ല, ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. നിങ്ങളുടെ ബ്രെയിൻ ഉണ്ടല്ലോ കുറച്ചെങ്കിലും യൂസ് ചെയ്തിട്ട് കാര്യങ്ങൾ പഠിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. അല്ലാതെ നിങ്ങൾ അടച്ചിട്ടൊരു മുറിയിൽ അല്ലെങ്കിൽ ഒരു പൊട്ടക്കിണറ്റിൽ കിടന്നുങ്ങായിട്ട് ആ പൊട്ടക്കിണറ്റിൽ ചുറ്റും കാണുന്ന സാധനങ്ങൾ വെച്ചിട്ടല്ല മനുഷ്യനെ വിലയിരുത്തേണ്ടത്. മനസ്സിലായോ?